ഡോക്ടർ ആശാദേവി കോഴിക്കോട് DMO ആകും. ആരോഗ്യവകുപ്പിലെ പുതിയ സ്ഥലം മാറ്റ ഉത്തരവിറങ്ങി. ഡോക്ടർ N രാജേന്ദ്രനെ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറായും നിയമിച്ചു. കോഴിക്കോട് DMO ഓഫീസിലെ കസേര തർക്കം മൂലം നേരത്തെ സ്ഥലം മാറ്റം വിവാദമായിരുന്നു. വിവരങ്ങളുമായി ഷിത ജഗത് ചേരുന്നു. ഷിത, ഏറെ വിവാദങ്ങൾക്കും വടംവലികൾക്കും ഒക്കെ ഒടുവിൽ കസേരയിൽ ഒരു തീരുമാനമായിരിക്കുന്നു അല്ലേ? ഡോക്ടർ ആശാദേവി കോഴിക്കോട് DMO ആകും. ആരോഗ്യവകുപ്പിലെ പുതിയ ഷിത ചേരുന്നു. ഷിത, ഏറെ വടംവലികൾക്കൊക്കെ ഒടുവിൽ കസേരയിൽ ഒരു തീരുമാനമായി അല്ലേ? ആതിര, കോഴിക്കോട് DMO ഓഫീസിലെ കസേര കളിയാണ് പ്രധാനമായും ഈ ആരോഗ്യവകുപ്പിലെ ഉത്തരവ് വിവാദമാകുന്നതിന് ഇടയാക്കിയത്. 2 DMOമാർ ഒരേ സമയം ഒരേ സ്ഥലത്ത് വന്ന് ജോലി സേവനമനുഷ്ഠിക്കാൻ വേണ്ടി എത്തിയിരുന്നു. തുടർന്നാണ് ഹൈക്കോടതിയിൽ ഡോക്ടർമാർ തന്നെ പോയതിനെ തുടർന്ന് ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യുകയും പിന്നീട് തുടർന്ന് സർക്കാരിനോട് ഇവരെ കേട്ടതിന് ശേഷം 6 പേരെയാണ് സ്ഥലം മാറ്റിയിരുന്നത്. അവരെ മുഴുവൻ കേട്ടതിന് ശേഷം പുതിയ ഓർഡർ ഇറക്കണമെന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു. അത് പ്രകാരം എല്ലാ ഡോക്ടർമാരെയും കേട്ടതിന് ശേഷം ആരോഗ്യവകുപ്പ് പുതിയ ഉത്തരവ് ഇറക്കുന്നു എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ആശാദേവിയാണ് കോഴിക്കോട് DMO ആയി നിയമിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഡോക്ടറുടെ കുടുംബാംഗങ്ങളുടെ അസുഖം ഒരു കാരണമാണ്. ഇനി 1.5 വർഷം കൂടി മാത്രമേ വിരമിക്കാനുള്ളൂ. ആ സാഹചര്യത്തിലാണ് ഡോക്ടർ ആശാദേവിയെ കോഴിക്കോടേക്ക് മാറ്റുന്നത് എന്നുള്ളതാണ് ഉത്തരവിൽ പറയുന്നത്. ഒപ്പം ഡോക്ടർ N രാജേന്ദ്രൻ നിലവിൽ DMO ആയിരുന്നു. അതുമായി രാജേന്ദ്രനും ആശാദേവിയുമായിട്ടായിരുന്നു കസേര തർക്കം ഉണ്ടായിരുന്നത്. അതിൽ രാജേന്ദ്രനെ മാറ്റുന്നതിന് കാരണമായി ഈ ഉത്തരവിൽ പറയുന്നത് തിരുവനന്തപുരത്തെ ജോലി ചെയ്യുകയായിരുന്ന രാജേന്ദ്രൻ ആ സമയത്ത് മകളുടെ പഠനാർത്ഥം കോഴിക്കോട് തന്റെ സാന്നിധ്യം ആവശ്യമാണെന്ന് ആരോഗ്യവകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. അത് പ്രകാരം ആ സമയത്ത് അദ്ദേഹത്തെ DMO ആയി മാറ്റുകയാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ മകൾ ഉപരിപഠനാർത്ഥം മറ്റൊരു സ്ഥലത്തായതുകൊണ്ട് തന്നെ അത് തുടരേണ്ട കാര്യമില്ല. അതിനാൽ പുതിയ സ്ഥലമാറ്റം ഉത്തരവ് ഇറക്കുന്നു എന്നുള്ളതാണ് ഈ പുതിയ ആരോഗ്യവകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നത്. അതിനാ